രണ്ടാമതായി ഡൈനിങ് ടേബിൾ. എന്താണ് ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നത്? മറ്റൊന്നുമല്ല, അത് ഊണുമേശയാണ് ഡൈനിങ് ടേബിൾ. മാതാപിതാക്കളും മക്കളും എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന അവസരം. ഇന്നങ്ങനെ ആഹാരം കഴിപ്പുണ്ടോ? എനിക്കറിയാൻ പാടില്ല. അങ്ങനൊരു ഇന്ന് വാരി തിന്നുകയാണ് അല്ലേ? അല്ലാതെ അങ്ങനെ കൃത്യമായി അമ്മയും മക്കളും ഒക്കെ എല്ലാം കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് ആഹാരം കഴിക്കുന്ന പതിവുകൾ വളരെ കുറച്ച് ഭവനങ്ങൾ മാത്രമാണ്. എല്ലാവരും തിരക്കില്ല. അതുകൊണ്ടാണ് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യം. എല്ലാവരും ഓട്ടത്തിലാണ്. അമ്മ മക്കളോട് പറയുന്നത് എടുത്തു വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഭർത്താവിനോടും പറയുന്നത് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ, കഴിച്ചോണം എന്നാണ് പറയുക. അവിടെ ഇരുന്നോട്ടെ എന്ന് ഭർത്താവും പറയും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോഴും ഞാൻ എൻ്റെ അമ്മയും അപ്പനെ ഓർക്കുകയാണ്. എൻ്റെ അപ്പൻ പട്ടാളത്തിലായിരുന്നു. എൻ്റെ അപ്പൻ അന്നത്തെ കാലത്ത് അവധിക്ക് വരുമ്പോൾ ഡാഡിക്ക് ചപ്പാത്തി വേണം. ഞങ്ങളുടെ നാട്ടിൽ ചപ്പാത്തി ഏക മനുഷ്യൻ എൻ്റെ അപ്പനാണ്. ചപ്പാത്തി എന്നാന്ന് പോലും നമ്മുടെ നാട്ടുകാർക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കണം? അത് ഗോതമ്പ് പൊടി ഇല്ല, ഗോതമ്പാണ്. അത് റേഷൻ കടയിൽ പോയി വാങ്ങണം. അത് വീട്ടിലെ ജോലിക്കാരൻ പോയി ഗോതമ്പ് റേഷൻ കൊണ്ടുവരും. അത് പിന്നെ കഴുകും, ഉണക്കും, പൊടിക്കും, പാറ്റും. പെട്ടെന്ന് ഞാൻ പറയുകയാണ്, പരത്തും, ഉരുട്ടും, ചുടും. എന്നിട്ട് അപ്പന് കൊണ്ട് കൊടുക്കും. 5 മക്കളുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. ഞങ്ങളുടെ കാര്യം വീട്ടിലെ കാര്യമല്ല. നിങ്ങളൊരു ഒരു സൂപ്പർ മാർക്കറ്റ് ചെന്നാൽ, കോട്ടത്തെങ്ങാനുള്ള സൂപ്പർ മാർക്കറ്റ് പരീക്ഷിച്ച് നോക്കാം. അല്ലെങ്കിൽ ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങൾ കാണാം. നിങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ കഷ്ണമാക്കി വെച്ചിരിക്കുന്ന ചപ്പാത്തി കിട്ടും. ഇപ്പൊ തന്നെ ഹാഫ് ബേക്ക്ഡ് കുക്ക്ഡ് ഒക്കെ ഉണ്ട്. ഇത് കഷ്ണമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കാത്ത എന്താ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? അപ്പൊ കടക്കാരൻ പറയുന്നത് ചവച്ച് വെച്ചിരിക്കുന്നതാണ്, വാങ്ങി വിഴുങ്ങിയാൽ മതി എന്ന് പറയും. ആളിനെ ഇരുത്തി ഇപ്പോൾ ചവച്ച് വെച്ചിരിക്കുക. അത്ര എളുപ്പം. നമുക്കത്ര എളുപ്പമായിക്കോട്ടെ. നമുക്കൊന്നിനും സമയം, ഒന്നിനും എല്ലാം ഓട്ടമാണ്. ഓടണം വേണമെന്ന് ഞാൻ പറയുന്നില്ല, ഓടണം. പക്ഷെ ഒരു കാര്യം മാത്രം മറക്കരുത്, സമയം തന്നവന് സമയം കൊടുക്കാൻ മടിക്കരുത്. സമയം തന്നവന് സമയം കൊടുക്കാൻ മടിക്കരുത്. ആരോഗ്യം തന്നവന് ആരോഗ്യത്തോടെ അവന് വേണ്ടി നടക്കാൻ മടിക്കരുത്. നമുക്ക് ആരോഗ്യം തന്നവൻ അവന് വേണ്ടി നടക്കാൻ മടിക്കരുത്. അവന് വേണ്ടി കാതുകൾ തുറക്കാൻ മടിക്കരുത്. ഞാൻ ഞങ്ങളുടെ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായിരുന്നു, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായിരുന്നു. ഏതാണ്ട് 5 ലക്ഷം പേര് അംഗമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ കേരളം മുഴുവൻ ഓടണം. എല്ലാ ആഴ്ചയിലും ഓട്ടമാണ്, എല്ലാ ശനിയാഴ്ചയും പ്രോഗ്രാം. ഓടി ഞാൻ മടുത്തു. അന്ന് ഇന്നത്തെ പോലെ സ്വന്തമായി വാഹനമില്ല. ബസ്സിൽ കയറിയൊക്കെ ട്രെയിനിൽ കയറി പോകണം. അല്ലെങ്കിൽ കഷ്ടപ്പാടാണ് ഇന്നത്തെ കാലത്ത്, പൈസയും കുറവ്. അപ്പോൾ കൊല്ലത്ത് ഒരു പ്രോഗ്രാം അവർ ക്ഷണിച്ചു, എല്ലാവരും സമ്മതിച്ചു. പാലായിലുള്ള ഒരു അച്ഛനാണ്, തറപ്പേലച്ഛൻ എന്ന അച്ഛനാണ് ഡയറക്ടർ, ഞാനാണ് പ്രസിഡന്റ്. ഒന്നിനും സമയമില്ല, അതുകൊണ്ട് എനിക്ക് വയ്യ എന്ന്. അച്ഛൻ പറഞ്ഞു, സാറേ നമ്മൾ ചെല്ലുമെന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഇട്ട് കഴിഞ്ഞ അവിടുത്തെ പിതാവും എല്ലാം ഉള്ളതാണ്. പ്രോഗ്രാം ഇട്ട് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ അച്ഛൻ പോകും, എനിക്ക് വയ്യ. അപ്പൊ അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ കേൾക്കുന്നില്ല. അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല സാർ, എന്നാ ചാർജ് എടുത്തത്? ഞാൻ പറഞ്ഞു ഞാൻ ചാർജ് എടുത്തിട്ട് ഇപ്പൊ 2 വർഷമായി. ഈ 2 വർഷത്തിനിടയിൽ എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു എന്ന് ചോദിച്ചു. ഞാൻ ആലോചിച്ച് നോക്കി, ശരി, ഒറ്റ ദിവസം പോലും ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ടില്ല. ഞാൻ പറഞ്ഞു ഞാൻ വരിക എന്ന് പറഞ്ഞു. അച്ഛൻ കാര്യമായി ഒന്നും എന്നോട് പറഞ്ഞില്ല. നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? മനസ്സിലായോ ഇല്ലയോ? മനസ്സിലായി. ആരോഗ്യം തന്നവന് കൊടുക്കുവാൻ ആരോഗ്യമുള്ളപ്പോൾ നിനക്ക് സമയമില്ലേ എന്നാണ് അച്ഛൻ ചോദിച്ചത്. ചോദിക്കാതെ ചോദിച്ചു. സഹോദരങ്ങളെ, ഇതൊക്കെ നമുക്കിങ്ങനെ പറയാം. ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നത് സ്നേഹമുള്ളവർ ഒരുമിച്ചിരിക്കുന്ന സ്ഥലമാണ്. അവിടെ ഹൃദ്യമായ സംഭാഷണം ഉണ്ടാകട്ടെ, അവിടെ പരസ്പരം അഭിനന്ദനം ഉണ്ടാകട്ടെ, കളിയാക്കലുകൾ ഉണ്ടാകട്ടെ, പ്രോത്സാഹനം ഉണ്ടാകട്ടെ. എങ്കിൽ മാത്രമാണ് നമ്മുടെ ഭവനത്തിൽ സ്നേഹത്തിന്റെ ഈർപ്പം നിലനിൽക്കുകയുള്ളൂ. ഭവനത്തിൽ മരുഭൂമി അനുഭവം ഉണ്ടാകാതിരിക്കുക.